Yo, what's up, guys? Welcome back with another interesting unboxing. Friends, നിങ്ങളൊക്കെ സേഫ് ആണല്ലോ അല്ലേ? സേഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു ഐറ്റമാണ് ഒരു സ്മാർട്ട് വെയറബിൾ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്താവുന്നു. സോ ഇന്ന് അങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ഗായ്സ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വിടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഗായ്സ്, യു വാച്ചിങ് അപ്പിക്കാസ്, അപ്പിക്ക ഹിയർ. I'm back with a budget-friendly MA Band 4. ഫസ്റ്റ് ആ 4 കിടം തിളങ്ങുന്നുണ്ടോ? സൂപ്പർ. അതിൻ്റെ ഡിസൈനൊക്കെ പക്കയാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ കളർ ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ, പിന്നെ സ്ലീപ്പ് ആൻഡ് ഓൾസോ സ്റ്റെപ്പ് ആട്ടോ ട്രാക്കിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ സൈഡിൽ എഴുതിയേക്കുന്നത്. ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്ന അതിൻ്റെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ കളറ്, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പാറ്റബിലിറ്റി, അതുപോലെ മാനുഫാക്ചറിങ് ടൈം, ഡേറ്റ്, അങ്ങനെയുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ ആണ്. പിന്നെ സൈഡിൽ ഒരു 3 സ്പെസിഫിക്കേഷൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ATM വാട്ടർ പ്രൂഫ്, അതുപോലെ തന്നെ എക്സസൈസ് മോഡ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് സ്പെസിഫിക്കേഷൻ പറയാനുള്ളത്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ 2 സീലുണ്ട്. ഫസ്റ്റ് സീലിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഈ ഡിവൈസ് എൻ്റെ അല്ല കേട്ടോ. ആക്ച്വലി ഇത് എൻ്റെ ഒരു റിലേറ്റീവും അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെയാണ്. പുള്ളി എനിക്ക് അൺബോക്സ് ചെയ്യാൻ തന്ന ഐറ്റമാണ്. ഓക്കെ, അപ്പം ക്രെഡിറ്റ് മൊത്തം പുള്ളിക്കുള്ള കേട്ടോ. സോ താങ്ക് യു ദിലീപിച്ച. ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ഓക്കെ, അകത്ത് ഒരു സ്പെഷ്യലായിട്ടൊരു ഹോൾ ഉണ്ട് കേട്ടോ. നമുക്ക് അതുകൊണ്ട് അത് ഈസി ആയിട്ടത് പുറത്തെടുക്കാം. ചില ഡിവൈസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണത് പുറത്തോട്ട് വരാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വലിയ ഒരു മെയിനായിട്ടുള്ള ഒരു പാക്കിങ്ങോ ഒന്നും കാണുന്നില്ല. പക്ഷെ ഉള്ളത് വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചതാണ് ബാൻഡ്. പിന്നെ കൂടത്തിൽ അതിൻ്റെ ആക്സസറീസും മറ്റും ഉണ്ട്. നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാൻഡ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നല്ലൊരു ഡിസൈനാണ് വരുന്നത്. ഓക്കെ, നമുക്കിത് ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ എന്തൊക്കെ ആക്സസറീസ് അതിൻ്റെ കൊടുത്ത് വരുന്നത് നോക്കാം. ഇതാണ് ചാർജറാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞൊരു വേർഷനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടാണ് ചാർജിങ് ഒക്കെ ചെയ്തേക്കുന്നത്. ഒരു ഏകദേശം നല്ലൊരു ഡിസൈനാണ്. നല്ലൊരു ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് കാണുന്നത്. ബ്ലാക്ക് ആണ് നമ്മളെ ബാൻഡ് കേട്ടോ. ബ്ലാക്ക് കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയേക്കുന്നത്. പിന്നെ കൂടത്തിലുള്ളത് മിക്കവാറും നോർമലായിട്ട് വരുന്ന അതേ ഐറ്റം തന്നെ ആയിരിക്കാനാണ് എൻ്റെ ഒരു സാധ്യത. ഓക്കെ, അത് തന്നെ ഒരു ബുക്ക്ലെറ്റ്, അതായത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്ന ഒരു ബുക്ക്ലെറ്റ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ്. നിങ്ങളെപ്പോഴും ബാൻഡ് മേടിക്കുമ്പം ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഗ്ലോബൽ വേർഷൻ ആയിരിക്കണം നമ്മൾ ബാൻഡ് മേടിക്കേണ്ടത്. ഒരിക്കലും ചൈനീസ് വേർഷൻ, ഇതൊക്കെ MIയുടെ എല്ലാ പ്രൊഡക്റ്റും ആദ്യം ലോഞ്ച് ചൈനീസിലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ചൈനീസ് വേർഷൻ മേടിക്കല്. ഗ്ലോബൽ വേർഷൻ ആയിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടായി പോകും. ഫുള്ള് ലാംഗ്വേജ് ചൈനീസിലാണ് വരുന്നത്. ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. പിന്നെ ഇത് ഗ്ലോബൽ വേർഷൻ ആണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതി വെച്ചേക്കുന്ന ഒരു ബുക്ക്ലെറ്റ് ആണ്. നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ മെയിനായിട്ടുള്ള ഡിവൈസ് ഫീച്ചേഴ്സ് ലൈക്ക് ഡയമെൻഷൻ, അതുപോലെ തന്നെ കളറ്, അതിൻ്റെ ബാറ്ററി റേറ്റിംഗ്, അതുപോലെ ചാർജിങ് റേറ്റിംഗ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ അതിനകത്ത് ആ ബുക്ക്ലെറ്റിനകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല.
സോ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാൻഡ് എപ്പോഴും ഗ്ലോബൽ വേർഷൻ ആയിരിക്കണം. ഞാൻ അതിൻ്റെ ഫ്യൂച്ചർ പറയാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതായി ബാക്കി ഐറ്റംസ് ഒക്കെ മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ ബാൻഡ് ഒന്ന് എടുക്കുകയാണ്. ചാർജർ ഒക്കെ നല്ല ഡിസൈൻ ആട്ടോ, ചാർജർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ബാൻഡ് ഒന്ന് പൊട്ടിച്ചു നോക്കാവേ, എങ്ങനെയുണ്ട്, കഴിഞ്ഞ വെർഷനേക്കാളും എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫോക്കസ് ആകത്തില്ല. ഓക്കെ, ഫോക്കസ് ഇമ്പ്രൂവ്ഡോ. ഓക്കെ, നല്ലൊരു പാക്കിൽ വരുന്നുണ്ട്. പാക്ക് ചെയ്താണ് വരുന്നത്. ഓക്കെ, സൂപ്പർ മോനെ, സൂപ്പർ. നല്ല ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ബാൻഡിനേക്കാളും കഴിഞ്ഞ ബാൻഡിന്റെ ഡിസ്പ്ലേ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. ഇത് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിന്റെ അതിന്റെ ആ സ്ട്രാഫ് കഴിഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്ക് സൈഡ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഫുള്ള് ഡിഫറൻസ്. MI ബാൻഡ് 3-നേക്കാളും ഫുള്ള് ഡിഫറൻസ്. ഞാൻ MI ബാൻഡ് 3 ഉപയോഗിച്ച ആളാണ്. അതിനേക്കാളും ഫുള്ള് ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, കളർ ടച്ച് സ്ക്രീന്. ഇതിന്റെ ഇതിന്റെ ഫ്യൂച്ചർ ഇത് AMOLED ഡിസ്പ്ലേ ആണ്. AMOLED തന്നെ അറിയാം, നമ്മളെ സാംസങ് പോലുള്ള വലിയ വലിയ റേഞ്ച് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒരു വൺ ടൈപ്പ് സിമ്പിൾ ടച്ച് സ്ക്രീൻ ആണ്. അതില് നമുക്ക് സൈഡിലോട്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും മാത്രമാണ് ടച്ച് സ്ക്രീൻ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ടച്ച് സ്ക്രീൻ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല അപ്പം ബ്രൈറ്റ് സൺലൈറ്റിലാണെങ്കിലും ഡിസ്പ്ലേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കഴിഞ്ഞ ബാൻഡിനെ അപേക്ഷിച്ച് ഈ ബാൻഡിന്റെ ഹാർട്ട് റേറ്റ് സെൻസർ, അതായത് സെൻസറിങ് ഏരിയ കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ക്രീനിന്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിന്റെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് 5 ATM വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇപ്പോൾ ഈ ഫ്യൂച്ചർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് എക്സസൈസിങ് മോഡ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയാനായിട്ട് നമ്മളെ വാക്കിങ്, അതുപോലെ തന്നെ റണ്ണ്, സ്വിമ്മിങ്, ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതാണ്. അപ്പം അതൊക്കെ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആപ്പ് സപ്പോർട്ട്, നമുക്ക് മ്യൂസിക് പ്ലേ ബാക്ക് ഇതൊക്കെ ഇതിനകത്തൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു കംപ്ലീറ്റ് വെയറബിൾ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന നമ്മൾ പെട്ടെന്ന് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതൊക്കെ നമുക്ക് നമ്മുടെ ഈ വെയറബിൾ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഊരുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, ഇച്ചിരി ടൈറ്റ് ആയിരിക്കും ഫസ്റ്റ് ടൈം. അപ്പം നമ്മളിത് നമ്മുടെ ബാൻഡിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്ട്രാഫിൽ നിന്ന് അത് ഊരിയതിന് ശേഷം മാത്രമേ നമുക്കിത് ചാർജിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് എടുക്കാം. നമ്മുടെ ചാർജർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ്, അത്രേ ഉള്ളൂ. അതിനകത്ത് മറ്റിതൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് അതിനകത്ത് ഫിറ്റ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് ഡയറക്റ്റ് USB ചാർജിങ് ആണ്. എപ്പോഴും USB നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള USB വാൾ ചാർജർ ഉപയോഗിക്കുന്നതെങ്കിൽ വാൾ ചാർജറേ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ടാബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് കറണ്ട് വളരെ കുറച്ചായിരിക്കും വരുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജും ആംപിയറും ഒക്കെ. ഓക്കെ, ഇതിന് ഏകദേശം UAE ഒരു 80 to 90 ദിറംസിന്റെ ഇടയ്ക്കാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. സോ ഇന്ത്യയിൽ അതേപോലെ തന്നെ MIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇന്ത്യയിലും ഇത് ഒഫീഷ്യൽ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ ഇത്ര ഐറ്റംസേ അവൈലബിൾ ഉള്ളൂ. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ഇടുക. സീ യു നെക്സ്റ്റ് വീഡിയോ.